സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പോലും കൃത്യമായി ധാരണയില്ലാത്തയാളാണ് രാഹുൽ ഗാന്ധി. ഇന്നലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്താണ്? രാത്രികാല യാത്രാ നിരോധനം സംബന്ധിച്ച് സബ് ജുഡീസ് ആയിട്ടുള്ള വിഷയമാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിക്കുമായിരുന്ന വിഷയമാണ്. അതിൽ അദ്ദേഹം ഏതെങ്കിലും നടപടിയെടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? അവിടെയും അദ്ദേഹം 5 വർഷം മൗനത്തിലായിരുന്നു, പരാജയമായിരുന്നു. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിലെ ജനങ്ങളെ വാസ്തവത്തിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹം പറഞ്ഞു മെഡിക്കൽ കോളേജ് പ്രശ്നം 2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ്. മെഡിക്കൽ കോളേജ്, വയനാട്ടിലെ മെഡിക്കൽ കോളേജിന്റെ വിഷയം 2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണെന്നാണ് 5 വർഷമായി വയനാട്ടിലെ MP ആയ രാഹുൽ ഗാന്ധി പറയുന്നത്. 2 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ ഇത് നൂഡിൽസ് ഉണ്ടാക്കുകയല്ല എന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം. നൂഡിൽസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് മതി. പക്ഷെ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കാൻ കരുതലോടുകൂടി ക്രിയാത്മകമായിട്ടുള്ള MP എന്നുള്ള നിലയ്ക്ക് ഇടപെടൽ വേണം. എവിടെയാ രാഹുൽ ഗാന്ധി ഇടപെട്ടത്? അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുന്നണിയുടെ നേതാവാണ്, ഇന്ത്യൻ മുന്നണിയുടെ നേതാവാണ്. ശ്രീ രാഹുൽ ഗാന്ധി പിണറായി വിജയനെ പോയി മെഡിക്കൽ കോളേജിന്റെ വിഷയത്തിൽ കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല? അദ്ദേഹം വയനാട്ടിന്റെ MP എന്നുള്ള നിലയ്ക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യം സംസാരിക്കുകയും നേരിട്ട് കാണുകയും സമ്മർദ്ദം ചെലുത്തുകയും വേണ്ടി വന്നാൽ സമരം ചെയ്യുകയും ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നില്ലേ? എന്തേ അദ്ദേഹം 5 വർഷക്കാലം ചെയ്തില്ല? അപ്പൊ ഇന്നലെ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പ്രസംഗം, ഗണപതി വട്ടത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പരാജയത്തിന്റെ തെളിവുകൾ പുറത്തു പറയുന്നതായിരുന്നു. സ്വന്തം ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് ആണ് ഇന്നലെ ഗണപതി വട്ടം റോഡിൽ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധി ജനങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 5 വർഷക്കാലം ഈ വയനാട്ടിലെ ജനങ്ങളെ പൂർണ്ണമായും വഞ്ചിക്കുകയും അവഗണിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി ഇനി ഒരു 5 വർഷത്തെ ടേം കൂടി ആവശ്യപ്പെട്ട് വരുന്നത് വാസ്തവത്തിൽ വീണ്ടും ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം വയനാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ള പ്രചരണത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകണം. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒക്കെ നടത്തുന്ന പ്രചരണങ്ങൾ, അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാം, അദ്ദേഹം രാഷ്ട്രീയമായി വിമർശിക്കാൻ അദ്ദേഹത്തിന് എല്ലാ അവകാശവുമുണ്ട്. പക്ഷേ രാജ്യത്തെ വിഭജിച്ചുകൊണ്ട്, രാജ്യത്തെ നോർത്ത് എന്നും സൗത്ത് എന്നും പറഞ്ഞ് വിഭജിച്ചുകൊണ്ട്, രാജ്യത്തെ ദക്ഷിണേന്ത്യ എന്നും ഉത്തരേന്ത്യ എന്നും പറഞ്ഞ് വിഭജിച്ചുകൊണ്ട്, രാജ്യത്തെ ജനങ്ങളെ ഹിന്ദു എന്നും മുസ്ലിം എന്നും പറഞ്ഞ് വിഭജിച്ചുകൊണ്ട്, രാജ്യത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് വിഭജനത്തിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുകയാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് വാസ്തവത്തിൽ രാഹുൽ ഗാന്ധി പ്രചരിപ്പിക്കുന്നത്. ഈ വെറുപ്പിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി പിന്മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.